പോകുന്നത്? എന്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഓരോന്നായി അവസാനിപ്പിക്കാൻ. അതിനിങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ബലി അർപ്പിക്കണം. അതിനിവിടെ അമ്പലവും പ്രതിഷ്ഠയൊന്നും കാണുന്നില്ലല്ലോ. വരൂ, കാണിച്ചു തരാം. അതാ നോക്കൂ. ഞങ്ങൾ നിന്നെ രക്ഷിക്കാനാണ് വന്നത്. ആരും രക്ഷിക്കണ്ട, തിരിച്ചു പോകൂ. ബിജു, ഇവൻ നിന്നെ കൊല്ലാനാണ് കൊണ്ടുവന്നത്. ഇറങ്ങി വരൂ, നമുക്ക് വീട്ടിൽ പോവാം. ഇല്ലെങ്കിൽ ഇവൻ നിന്നെ കൊന്ന് കൊക്കയിൽ തള്ളും. ഇല്ല, ഞാൻ വരില്ല. തിരിച്ചു പോകൂ, ഇല്ലെങ്കിൽ ഇവിടെ എടുത്ത് ചാടും. ബിജു, പോകാൻ. ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നാൽ എന്ത് നേടാനാ? എന്റെ മോനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ
അച്ഛനെ കാണാൻ മോൻ ആഗ്രഹമില്ലെങ്കിലോ? എന്ന് പറഞ്ഞാൽ ബിജു ഇനി ഇങ്ങോട്ട് വരികയില്ല. എന്ത്? എന്ത്? ബിജു വരികയില്ലെന്നോ? നീ അവനെ കണ്ടു മോനെ? കണ്ടു. ഞാൻ അവന്റെ കാല് പിടിച്ചു. അവനെ ഗംഗാന്റെ രക്ഷകനായിരിക്കുക. നീ കള്ളം പറയുകയാണ്. നീ അവനെ കണ്ടില്ല. ആശ്വസിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വിശ്വസിപ്പിക്കാനാണ് പ്രയാസം. ഞാൻ പറയുന്ന സത്യമാണ്. ബിജുവും ഗംഗാനും പോലീസിന്റെ വലയെ കുടുങ്ങിയതാ. എന്നാൽ അവൻ ഗംഗാനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇംപോസിബിൾ. മോഹൻ, അല്ലെങ്കിലും അവനോട് വരുന്നത് നിനക്കിഷ്ടമില്ലെന്ന് എനിക്കറിയാം. അച്ഛാ, അതെ, അവനും ചിലതൊക്കെ അറിയാം. മറ്റാർക്കും അത് മനസ്സിലാവില്ലെന്ന് ധരിക്കരുത്. ആവശ്യത്തിന് തെളിവുകളില്ലെന്ന് മാത്രം. എക്കാലവും എല്ലാവരുടെയും കണ്ണിൽ മണ്ണാവെന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും കാരണക്കാരൻ നീയാണ്. ഞാൻ എന്ത് ചെയ്യുന്ന? നീ ചെയ്തതോ? ഗംഗാധരന്റെ ഭാര്യ നശിപ്പിച്ചത് നീയാണ്. അതേടാ, ആ ദിവസം നിന്നെ അവിടെ വെച്ച് കണ്ടത് ബിജുവാണ്. നിനക്കെന്റെ കുഞ്ഞിനോട് ആ വൈരാഗ്യമുണ്ട്. അച്ഛന് ചില സമയത്ത് കണ്ണും മൂക്കും കാണില്ല. എന്ത് പറയണമെന്നറിയില്ല. എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് അമ്മയെ വിശ്വസിച്ചോ? തെറ്റ് ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. ശരിയാണ്, ചേട്ടൻ തെറ്റ് ചെയ്തു. നിങ്ങളുടെ മോനെ കൊണ്ടുവരാൻ പോയ തെറ്റ്, നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ പോയ തെറ്റ്. നീ എന്ത് പറഞ്ഞടി? എന്റെ ഭർത്താവോ? അപ്പൊ എന്റെ മോനും ഭർത്താവും നിനക്ക് ആരുമല്ല അല്ലേടി? ഇതേ, നീ വരുന്നുണ്ടോ? എവിടെ? നരകത്തിലേക്ക്. അതോ നിന്റെ അച്ഛൻ പറഞ്ഞൊക്കെ നീ വിശ്വസിച്ചോ? എങ്കിൽ വരണ്ട. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അവൻ പോകുന്നു. അവസാനം ഭാര്യയും ഭർത്താവും എന്റെ കയ്യിൽ കുടുങ്ങി. കൊള്ളാം. ഗംഗാൻ, നിന്റെ ഭാര്യയെ നശിപ്പിച്ചത് ഞാനാണെന്നല്ലേ നീ വിശ്വസിക്കുന്നത്? ഇതാ, ഞങ്ങൾ എന്ത് വേണം ചെയ്തോളൂ, പക്ഷെ ബിജുവിനെ വിട്ടു തരണം. രക്ഷപ്പെടാനുള്ള ഏറ്റവും പുതിയ ഇടപാടാണിത്. പക്ഷെ അത് പ്രയോഗിച്ച സ്ഥലം തെറ്റിപ്പോയി. മോഹൻ, സിംഹം ഇര തേടി നടക്കാറുണ്ട്, പക്ഷേ ഇര സിംഹത്തെ തേടാറില്ല. മോഹൻ, നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി അരിഞ്ഞു തുറക്കും. അതിനു മുമ്പ് നിന്റെ ഭാര്യയുണ്ടല്ലോ, ഇവൾ ചാമ്പരാവുന്നത് നീ കാണണം. നീ മാത്രമല്ല, എന്റെ നിർമ്മലയെ രക്ഷിക്കാൻ ഒരു നിമിഷം തരാത്ത ആ കമ്മീഷനുണ്ടല്ലോ, അവനും ഇത് കാണണം. പിടിച്ചു കെട്ടണവരെ. ഭദ്രൻ, ഞാനിപ്പോ വരാം. ഹലോ കമ്മീഷണർ, നിന്റെ മകളും മരുമകനും ഇപ്പോഴെന്റെ അടുത്തുണ്ട്. അവരെ ജീവനോടെ നിനക്ക് കിട്ടണമെങ്കിൽ നീ എന്റെ അടുത്ത് വരണം. പക്ഷെ ഒരു കാര്യം, നീ അണിഞ്ഞിരിക്കുന്ന നിയമത്തിന്റെ നാറിയ കോട്ടുണ്ടല്ലോ, അത് ഊരി എറിഞ്ഞിട്ട് വരാവൂ. വെറും തമ്പിയായി. ചേച്ചി. ചേച്ചിയോ? ആരുടെ? കൊള്ളക്കാർക്ക് കൂട്ടുനിന്ന് നിന്റെ? എടാ, നിന്നെ എന്ത് ചെയ്തിട്ടാണ് നീ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? അച്ഛനെയും അമ്മയെയും ഞങ്ങളെയും നീ എന്തിനിങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നു? അച്ഛനല്ലേ എന്നെ പോലീസിൽ പിടിപ്പിക്കുമെന്ന് പറഞ്ഞത്? എന്റെ കൂട്ടുകാരൻ രതീഷിനെ അച്ഛനല്ലേ വെടിവെച്ചു പോകുന്നത്?
രതീഷിനെ കൊന്നത് നിന്റെ അച്ഛനല്ല ബിജു, ഒരു കൊള്ളക്കാരനാ. ഞാൻ കണ്ടതാണ്. 1,00,000 രൂപ കൊടുത്ത് എന്നെ മോചിപ്പിക്കുന്നതിന് പകരം അച്ഛൻ രേഖയുടെ കല്യാണം നടത്താൻ നോക്കിയതോ? അത് അതുകൊണ്ട് ഞാൻ തന്നെയാണ് ആ രൂപ മോഷിച്ചത്. എന്ത്? ആ രൂപ മോഷിച്ചത് നീയാണോ? എന്റെ ദൈവമേ, അതുകൊണ്ട് സംഭവിച്ചെന്താണെന്ന് നിനക്കറിയാവടാ? കല്യാണം മുടങ്ങി അവമാനം സഹിക്കാഞ്ഞ് രേഖ ആത്മഹത്യ ചെയ്തു.